ഹായ്. ആക്ച്വലി ഞാനെൻ്റെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ലൊരു സംശയം ഉണ്ടായി. അപ്പം ഡൽഹിയിൽ വന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു സ്ഥലത്തു നിന്ന് തന്നെ നമ്മളൊരു ഫസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാനത് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് സരോജിനി നഗർ മാർക്കറ്റ്. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഡൽഹിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റ് എന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റി ഐറ്റംസ് നമുക്ക് നല്ല വിലക്കുറവിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല മാർക്കറ്റാണിത്. സോ നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ ബാ. ഇതാണ് സരോജിനി മാർക്കറ്റിൻ്റെ ഗേറ്റ് നമ്പർ 1ൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ കുർത്തി മെറ്റീരിയൽസ് കാര്യങ്ങൾ, ഇതിങ്ങനെ കിലോമീറ്ററുകൾ പരന്ന് കിടക്കുന്ന ഒരു വലിയ മാർക്കറ്റാണ്. ഇപ്പോൾ ഈ കാണുന്ന ടോപ്സ് ഉണ്ടല്ലോ, ഇത് ഏതെടുത്താലും വെറും 100 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത്രയും വിലക്കുറവിൽ ഭയങ്കര ക്വാളിറ്റി ഐറ്റംസ്. അതാണ് ഹൈലൈറ്റ്. ഈ സ്വെറ്റ് ഷർട്ട്സ് കണ്ടോ, അത്യാവശ്യം തണുപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഈ സ്വെറ്റ് ഷർട്ട്സിന് ഒന്നിന് വെറും 100 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 എണ്ണവും ഞാൻ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കെട്ടിയോൻ്റെ ഒരു ഷോപ്പിങ്ങിലേക്ക് പോകാം. ഫുട്പാത്തിൽ നിന്ന് മാറി കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിക്കോട്ടെ എന്ന കാര്യം നമ്മളൊരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ മെൻ കളക്ഷൻസ് ആണ് ഉള്ളത്. പക്ഷേ വെളിയിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഫുട്പാത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. ഫുട്പാത്തിലെല്ലാം 100-200 റേഞ്ച് ആണെങ്കിൽ ഇത് ഏകദേശം 300-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ടീഷർട്ട്സ്, ഷോർട്ട്സ്, പാൻസ്, അതുമാത്രമല്ല നല്ല ബാഗിൻ്റെ കളക്ഷൻസും ഉണ്ട്. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഏതായാലും ഹസ്ബൻഡിന് 2-3 ടീഷർട്ട്സ് വാങ്ങി അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ബാഗ് കളക്ഷൻ വളരെ നന്നായിരുന്നു കേട്ടോ. ഇതാണ് ഈ ഷോപ്പ്. ഇനി നമുക്ക് അടുത്തത് ഈ കമ്മൽ കണ്ടോ, ഇതിലേതെടുത്താലും വെറും 30 രൂപയുള്ളൂ. നമ്മളുടെ നാട്ടിൽ സത്യത്തിൽ ഇപ്പോൾ കുറേ കമ്മലൊക്കെ വാങ്ങിച്ചൊരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് 50-100 രൂപ. ഇതിൽ ഓൾമോസ്റ്റ് കമ്മൽ നമ്മുടെ നാട്ടിൽ 100 രൂപയെങ്കിലും മിനിമം ആകും. ആ കമ്മലുകൾ ഇവിടെ വെറും 30 റുപ്പീസേ ഉള്ളൂ. ഈ മുത്തിൻ്റെ കണ്ടോ, ബ്രേസ്ലെറ്റ്സ് ആണത്, അതിന് വെറും 50 രൂപയേ ഉള്ളൂ. താഴെ കാണുന്നതിന് വെറും 30 റുപ്പീസ്. സത്യത്തിൽ ഇതുപോലെയൊരു കയ്യിലിടുന്ന ഒരു ചെയിൻ ഞാൻ വാങ്ങിയത് 100 രൂപയ്ക്കാണ് നാട്ടിൽ നിന്ന്. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബോബ ടീ ആണ്. ടീയിൽ ശരിക്കും ഷേക്ക് എന്ന് വേണേൽ പറയാം. കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം, അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഹേസൽനട്ടിൻ്റെ ഫ്ലേവറായിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മുടെ ഫുഡടിയൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്. ഈ കാണുന്ന വഴിയിൽ കാണുന്ന ടീഷർട്ട്സ്, ഷർട്ട്സ്, കുർത്തീസ്, ടോപ്സ്, അങ്ങനെ ഒട്ടുമിക്ക ഐറ്റംസും 100 റുപ്പീസ്, 200 റുപ്പീസ്, 250 റുപ്പീസ്. ഇതാ ഈ കാണുന്നതെല്ലാം 250 റുപ്പീസാണ്. കുറച്ചൊരു ഷോർട്ട് കുർത്തീസ് വേണമെങ്കിൽ പറയാം. നമ്മുടെ മീഷോയിലൊക്കെ ഇതുപോലത്തെ കുറേ ഐറ്റംസ് കാണാറുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ വിലക്കുറവ് മാത്രമല്ല, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഈ കാണുന്ന എല്ലാം തന്നെ. നല്ല മെറ്റീരിയൽ, നല്ല സ്റ്റിച്ചിങ്, എല്ലാം വളരെ നല്ലതാണ്. പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം, കാരണം ചിലതിനൊക്കെ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത്രയും വിലക്കുറവിൽ കിട്ടുമ്പോൾ നമ്മളും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിനി അടുത്തത് കുറച്ച് വിശപ്പ് മാറ്റാൻ പോകാം. എനിക്ക് പൊതുവേ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ബോർഡ് താഴെ തട്ടി ഇട്ടേനെ, നീ ഇതെല്ലാം കൂടെ ചവിട്ടി പൊളിക്കുമോ എന്ന് ഭർത്താവ് ചോദിച്ചു. അപ്പോൾ നമ്മൾ അടുത്തത് കഴിക്കാൻ പോകുന്നത് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ്സാണ്. എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചോളെ ടിക്കി, അതുപോലെ തന്നെ പാനിപൂരി ഉണ്ട്, വെജ് ബർഗറുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ ഫുഡല്ല, എന്നാലും ആലു ടിക്കിയുണ്ട്, കച്ചോറീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഓർഡർ എത്തിക്കുന്നത് പാവ് ഭാജിയാണ്. എനിക്ക് പാവ് ഭാജി ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യൻ ഫുഡ് അത്ര വലിയ താല്പര്യം ഉള്ള ആളല്ല, പക്ഷേ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനോട് അഡാപ്റ്റ് ആകും. ഇത് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ച ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പാവ് ഭാജിയാണ്. 70 രൂപ ഇതിനുള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് ആ ഒരു പൈസയ്ക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത ഹസ്ബൻഡ് പോലും കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പൊതുവെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് കണ്ടാലും ട്രൈ ചെയ്യാതെ വിടില്ല. ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടു, ആലു ടിക്കീസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേണത്തിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ വിട്ട് കളഞ്ഞു. പിന്നെ ചിലതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്തു. അതിനകത്ത് നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് പറയേണ്ടത് നെക്സ്റ്റ് ഒരു ഐറ്റമാണ് ഈ ചേട്ടൻ തന്ന ഈ രാജ് കച്ചോരി.
എൻ്റെ അമ്മ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയോന്ന്, താമരപ്പൂ പോലെയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് ഹസ്ബൻഡ് കളിയാക്കുകയും ചെയ്തു. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് കഴിച്ചപ്പോൾ എൻ്റെ അമ്മയെ 70 രൂപയുടെ ഒരു സാധനമാണ്. ബട്ട് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ അടുത്ത ഒരു കാലത്ത് ഒരു ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും കിടിലൻ ടേസ്റ്റ്. നിങ്ങൾ എൻ്റെ ഫേസിലോട്ട് നോക്കി, ആ എക്സ്പ്രഷനിൽ തന്നെ എല്ലാം ഉണ്ട്. നല്ല അടിപൊളി സാധനം, നല്ല മധുരവും നല്ല എരിവും നല്ല പുളിയും എല്ലാം ചേർന്നിട്ട് ഒരു കിക്കിടലായിട്ട്. ആക്ച്വലി ഞാൻ രാജ് കച്ചോറി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇന്നലെ നൈറ്റിൽ നമ്മൾ പോയപ്പം കച്ചോറി ചാട്ട്, അതുപോലെ തന്നെ യെല്ലോ ജിലേബി, നൂഡിൽസ്, അങ്ങനെ കുറേ നൈറ്റ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കഴിച്ച സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവെ കേരള ഫുഡ് മാത്രം ഇഷ്ടമുള്ള ഒരാളാണ്. ബട്ട് ആൾക്കും സംഭവം ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ സാധനങ്ങൾ പിന്നീട് ട്രൈ ചെയ്യാൻ പോയി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്തത് അവിടുത്തെ ഒരു ചായയും പിന്നെ ഒരു ബട്ടർ മാഗിയുമാണ്. അപ്പോഴൊക്കെ എന്നെ ഹസ്ബൻഡ് കളിയാക്കുന്നുണ്ടായിരുന്നു, നാട്ടിലൊന്നും കിട്ടാത്ത സാധനമാണല്ലോ നീ ഇവിടെ വന്ന് ട്രൈ ചെയ്യുന്നതെന്ന്. ആളിപ്പോഴും രാജ് കച്ചോറിയുടെ ബാക്കിലാണ്. അത് തീർന്നിട്ടില്ല, കുറച്ച് എനിക്കും സോപ്പിടാൻ വേണ്ടി തരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇവിടുത്തെ ഒരു നല്ലൊരു മസാല ചായ. അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചായക്കൊരു പ്രത്യേക സ്വാദാണ്. പ്രത്യേകിച്ചും ഡെയിലി ടീ ലവറായ ഞാൻ 5-6 ചായ കുടിക്കാറുണ്ട് മിനിമം. ഇതൊരു ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു എൻട്രൻസ് വരുന്നത്. അവിടെ ബുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ ബട്ടർ മാഗി, അതും വെജീസൊക്കെ ഇട്ടിട്ടുള്ള ബട്ടർ മാഗി നല്ല അലങ്കരിച്ച് ഇതിന് വേണ്ടിയിട്ട് കുറേ സമയം നിൽക്കുന്നു. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഈ ഐറ്റം നമ്മളുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് വാങ്ങിച്ച് ഒടുക്കത്തെ ചൂടായതുകൊണ്ട് കുറേ നേരം ഞാൻ ഊതി അതിൻ്റെ ചൂട് കളയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഗുപ്തൻ ചായ ഊതി കുടിക്കുന്നത് പോലെ ഞാനും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിനിടയിൽ ഹസ്ബൻഡ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പലതുമൊക്കെ നോക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ബുക്കിന് ഒരു ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. കുറേ ആൾക്കാരൊക്കെ അത് വാങ്ങിക്കാനൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഒതുങ്ങി നിന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അത്യാവശ്യം നല്ല ആൾ ചുറ്റുമുണ്ട്. ബട്ടർ മാഗി ഒരു വാവ് ഫീലൊന്നുമില്ല, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബാഗ് ആക്ച്വലി ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇത് നമ്മൾ 1800 രൂപ ആൾ പറഞ്ഞിട്ട് 300 രൂപയ്ക്ക് വാങ്ങിച്ചെടുത്തൊരു ലെതർ ബാഗാണ്. ബട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണം മാറാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. പൊതുവേ എനിക്ക് ഈ ജ്യൂസിനകത്ത് ഇവിടുത്തെ നീമ്പു പാനിയിലെല്ലാം ഇവരൊരു ചാട്ട് മസാല ഇടും, അവരുടെ മസാല നീമ്പു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ആളുടെ ഫേസ് കണ്ടില്ലേ, ആൾക്കത് ഇഷ്ടമല്ല. ഈ കണ്ട ഷോർട്സിനൊക്കെ കണ്ടോ, വെറും 100 റുപ്പീസ് 200 റുപ്പീസ് റേഞ്ചേ ഉള്ളൂ. ഈ കാണുന്ന പാൻസിനെല്ലാം തന്നെ വെറും 100 റുപ്പീസേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നോക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. 90 റുപ്പീസിൻ്റെ പാൻസാണ് നിങ്ങൾ കാണുന്നത്. നമ്മളുടെ നാട്ടിലിത് ചിന്തിക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന എല്ലാം ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ്. ഇതിനകത്ത് വൂളൻ ടൈപ്സ്, അങ്ങനെ ഒത്തിരി ടൈപ്സ് ഉണ്ട്. ഭയങ്കര ആളാണ്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് വേണം ഇതിനകത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം. നല്ല രീതിയിൽ ടൈം എടുത്ത് ഷോപ്പ് ചെയ്താൽ മാത്രം നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. കിലോമീറ്ററുകളോളം ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ കാണുന്ന അത്യാവശ്യം നല്ല ഷർട്ട്സിനെല്ലാം 150 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു ടോപ്പ് ഉണ്ട്, ഇത് ഞാൻ വാങ്ങിച്ചു, വെറും 50 രൂപയുള്ളൂ. ദീപാവലിയുടെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടോപ്പ് കാണും. വെറും 50 റുപ്പീസ്. നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ചുളുങ്ങിയിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ബിക്കോസ് അതൊരു വാഷിൽ ഓക്കെ ആയി. ഇനി അതുപോലെ നമുക്ക് അയൺ ചെയ്യാമല്ലോ. ഇതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വാങ്ങിയില്ല. എനിക്ക് അതൊക്കെ കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസിനോടൊരു താല്പര്യമുണ്ട്. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. ഹൽദിറാംസിൻ്റെ ഹോട്ടലാണ്. നോർത്ത് ഇന്ത്യൻസിന് പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണല്ലോ ഹൽദിറാംസ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അങ്ങോട്ട് പോയി. ഇവിടെയൊക്കെ ഹോം ഡെക്കർ ഐറ്റംസായിട്ട് കുറേ ചേച്ചിമാരുണ്ട്. ഹൽദിറാം അത്യാവശ്യം നല്ല കത്തിയാണ്. വഴിയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ തന്നെയും ഇവിടെ അതിൻ്റെ 3 ഇരട്ടി റേറ്റാണ്.
ബട്ട് കൊള്ളാമായിരുന്നു. ഞാനൊരു സ്വീറ്റ് ലസ്സി, പിന്നെ ഒരു സാബുദാന ടിക്കി, സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൗവരിയില്ലേ പായസത്തിലൊക്കെ ഇടുന്നത്, അതായിരുന്നു. ഞങ്ങളുടെ പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഞങ്ങൾ അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് നമ്മൾ ഈ ചെരുപ്പ് കണ്ടോ, ഇതിനെല്ലാം 200 റുപ്പീസാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു റേറ്റിന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങാൻ പോയിട്ടില്ല. ബട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി. നിങ്ങൾ കാണുന്നില്ലേ എന്താളെന്നറിയാമോ, തട്ടിമുട്ടി കഷ്ടപ്പെട്ട് വേണം ഇവിടെ ഓരോ സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തോട്ട് മാറാൻ. പക്ഷേ ഈ വിലക്കുറവുകൊണ്ട് തന്നെയായിരിക്കാം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഈ ബാഗ് നിറയെ സാധനങ്ങളുമായിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ബാഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ക്വാളിറ്റി ബാഗാണ്. അത് ഞാൻ നൈസായിട്ട് പുള്ളിയുടെ ബാക്കിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഡൽഹിയോടും സരോജിനി മാർക്കറ്റിനോടും യാത്ര പറയുവാണ്. ഇനി നമ്മളിവിടുന്ന് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. കണ്ടോ പോകുന്ന വഴി, ഇത് ഞാനിപ്പം ഫാസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്, സ്പീഡ് കൂട്ടി വീഡിയോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര പതുക്കെ ഇഴഞ്ഞിഴഞ്ഞാണ് കാറ് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഓൺ ദ വേ ടു എയർപോർട്ടാണ്. അപ്പോൾ വഴിയിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും കൂടിയാണ് നമ്മളിനി കാണുന്നത്. ഇനി നമ്മളൊരു 2 hours മുമ്പ് എയർപോർട്ടിലെത്തുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, ഫ്ലൈറ്റ് കയറുന്നു, നേരെ നാട്ടിലെത്തുന്നു. നാളെ തൊട്ട് എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു അന്ന്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഡൽഹി യാത്രയിലെ വിശേഷങ്ങൾ. നമുക്കിനി ഇതുപോലത്തെ കുറേ വീഡിയോസുമായിട്ട് കാണാം. അതുവരെ ബൈ.